വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് പിരിവിനെ ചൊല്ലി ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്നു. അമ്പലപ്പുഴയിൽ നിന്ന് പിരിച്ച് പണം മുക്കിയെന്നും ഇതിന് ജില്ലാ പ്രസിഡന്റും കൂട്ടുനിന്ന് എന്നുമാണ് ആരോപണം. ആ ശബ്ദ സന്ദേശം കേൾക്കാം. ഏകദേശം 1.5-2 ലക്ഷം രൂപയെങ്കിലും കാണുമായിരിക്കും പിരിച്ചെടുത്തത്. അത് മൊത്തവും കൊണ്ടുപോയത് റഹീം മറ്റക്കാരനാണ്. അതിന് കൂട്ടുനിന്നത് MP പ്രവീൺ. എന്ത് കഷ്ടമാണ്. ഒരുത്തൻ ഇവിടെ നിയോജകമണ്ഡലം പ്രസിഡന്റായി കണ്ടെടുത്തു എല്ലാം കളവും മേടിച്ച് ഇടവും മേടിച്ച് പാർട്ടി കൊണ്ടു കിടന്നു. ഒരുത്തൻ വന്ന് 2 മാസം കൊണ്ട് ഒപ്പിക്കേണ്ട എല്ലാം ഒപ്പിച്ചു നിന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി അത് ആ കുറ്റം എല്ലാം കൂടെ വേറൊരു പാവം പിടിച്ചവന്റെ തലയിലോട്ട്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അശ്വിൻ, ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണം അത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെതിരെയാണോ? ഈ പണമെല്ലാം ജില്ലാ പ്രസിഡന്റ് മുക്കി എന്നാണോ ഈ ശബ്ദ സന്ദേശത്തിലൂടെ അംഗങ്ങൾ പരസ്പരം പറയുന്നത്? ഇതിൽ എന്ത് പരിശോധനയും അന്വേഷണവുമാണ് നടക്കുന്നത്? GK, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ തന്നെ പല ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ പണം വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി പിരിച്ച പണം അത് പല രീതിയിൽ വെട്ടിക്കപ്പെട്ടു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ വലിയ വിവാദങ്ങളും പാർട്ടിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ്, ഈ സംസ്ഥാന ക്യാമ്പിന് പിന്നാലെയാണ് അമ്പലപ്പുഴ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ 2 ദിവസമായി ഈ വിവാദം വീണ്ടും തലപൊക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ റഹീം മറ്റക്കാരൻ എന്ന ആൾ ഈ പണം വെട്ടിച്ചു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പിരിച്ച പണം ഇയാൾ പൂർണ്ണമായും മുക്കി എന്നുള്ളതാണ് ആരോപണം. അതിന് സംരക്ഷണം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായ MP പ്രവീണാണ് എന്നും പല നിയോജക മണ്ഡലം കമ്മിറ്റികളിലെ ഭാരവാഹികളും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശമായി ഇട്ടിട്ടുണ്ട്. ഒരു വിഭാഗത്തിലെ പ്രവർത്തകർ മാത്രമാണ്, നമുക്കറിയാവുന്ന പോലെ 2 വിഭാഗമായാണ് ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നതിൽ. ഒരു വിഭാഗത്തിന്റെ പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് അവർ തന്നെയാണ് ഈ ചർച്ചകൾ നടത്തുന്നതും. അതിൽ മറ്റൊരു വിഭാഗത്തിന്റെ പ്രതികരണം ഔദ്യോഗികമായോ അല്ലാതെ ഇതുവരെ വന്നിട്ടുമില്ല. എന്തായാലും പണം മുക്കി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് നിലവിലുള്ളത്. നിലവിലെ മണ്ഡലം പ്രസിഡന്റ് തലയിൽ ഈ കുറ്റം പൂർണ്ണമായും, പണം വെട്ടിച്ചതിന്റെ കുറ്റം പൂർണ്ണമായും ചാർത്തി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും അതിനെ ചെറുക്കണമെന്നുള്ളതാണ് ഈ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെ ജില്ലാ നേതൃത്വം തയ്യാറായിട്ടുമില്ല. MP പ്രവീണിനെതിരെ ആരോപണം ചെറുതല്ല. ഒരു നിയോജക മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും പിരിച്ച പൈസ മുഴുവൻ അത് മുക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ. ഏതായാലും യൂത്ത് കോൺഗ്രസിനകത്ത് ഒരു പുതിയ പൊട്ടിത്തെറിക്ക് ഇത് വഴിവെച്ചിരിക്കുന്നു. ഈ പണം പിരിവുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ജില്ലാ നേതൃത്വം, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഇതിനൊരു വിശദീകരണമോ മറുപടിയോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വിവാദങ്ങൾ പുകയുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.